നമസ്കാരം. വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നുള്ള സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ ആണ് ഈ വാർത്ത ആദ്യം നൽകിയിരിക്കുന്നത്. 4 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒക്ടോബറിൽ തന്നെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് എങ്ങനെ സജ്ജമാവണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ഉദ്ധവ് താക്കറെ പക്ഷം ആരംഭിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ചാലുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിൽ ഉദ്ധവ് താക്കറെ പരിശോധിക്കുന്നത്. ജൂൺ 12-ാം തീയതി മുംബൈയിലെ സേനാ ഭവനിൽ നടന്ന യോഗത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. ഒറ്റയ്ക്ക് മത്സരിച്ചാലുള്ള വിജയ സാധ്യതകൾ വിലയിരുത്താൻ സംസ്ഥാനത്തെ മുഴുവൻ സമ്പർക്ക പ്രമുഖകളോടും, അതായത് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ തലവന്മാരോടും ഉദ്ധവ് നിർദ്ദേശിച്ചു എന്നുകൂടി ഈ ദേശീയ മാധ്യമം പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണിക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നതാണോ അതോ ഒറ്റയ്ക്ക് നേരിടുന്നതാണോ തങ്ങൾക്ക് കൂടുതൽ ഗുണകരമാവുക എന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണ് നിലവിൽ ഉദ്ധവ് താക്കറെ ശിവസേന വിഭാഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ശിവസേനയ്ക്കും NCPക്കും BJPക്കും കോൺഗ്രസിനും എല്ലാം തന്നെ. കാരണം നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളൊക്കെയും മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ പരിഹരിക്കേണ്ട ഒരു ബാധ്യത പാർട്ടികൾക്കുണ്ട് മഹാരാഷ്ട്രയിൽ. അതുകൊണ്ട് തന്നെ എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞ് മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് RSSുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉദ്ധവ് താക്കറെ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമോ എന്ന തരത്തിലുള്ള സാധ്യതകൾ തേടിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഉദ്ധവിന്റെ ലക്ഷ്യം ഒരു മടങ്ങിപ്പോക്ക് തന്നെയാണോ എന്ന തരത്തിലാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.